വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വാസ വചനങ്ങളുള്ള ഒരു പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ഏകാന്തതകളുടെ അനുഭവങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, കാർമേഘം പോലെ സങ്കടങ്ങൾ ജീവിതത്തിൽ ഉരുണ്ടുകൂടുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താവുന്ന ഒരു പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. അതിലെ ആശ്വാസ വചനങ്ങൾ ആരെയാണ് ആശ്വാസം കണ്ടെത്താത്തത്? എത്രയെത്ര വചനങ്ങൾ ഇരുവായ്ത്തലയേക്കാൾ മൂർച്ചയോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി സമാധാനം നൽകിയിരിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ പ്രവാചകൻ ദൈവത്തിന്റെ ശക്തമായ അരുളപ്പാട് നമുക്ക് തരുന്നു. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദവചനങ്ങൾ. ഈ പ്രവചന പുസ്തകത്തിലൂടെ എത്രയോ പ്രത്യാശയുടെ വചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മെ മറന്നുപോയി എന്ന് ഒരിക്കലും പറയരുത് എന്ന ദൈവിക അരുളപ്പാട് പ്രവാചകൻ നമുക്ക് തരുന്നു. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 28 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ ലോകത്തിൽ വേദപുസ്തകം വായിക്കുവാൻ പറ്റാത്ത ദിനങ്ങൾ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അസുഖം വന്നാൽ കണ്ണിന് കാഴ്ച പോകുമോ എന്നും നമുക്ക് പറയാനാകില്ല. അങ്ങനെയുള്ള പരിതസ്ഥിതികളിൽ ഒരുപാട് ഭക്തന്മാരെ നയിച്ചിട്ടുള്ളത് അവർ ഹൃദയങ്ങളിൽ പതിപ്പിച്ച വചനങ്ങളാണ്. നാമും ധാരാളം വചനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കണം. അത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കും. ഭയപ്പെടേണ്ട എന്ന വചനം 365 തവണ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഏതാനും മനോഹര വചനങ്ങൾ നമുക്ക് ഹൃദയത്തിൽ പതിപ്പിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങൾ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 4-ാമത് വചനം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാമത് വചനം. ഇനിയും എത്രയോ കരുത്തേകുന്ന എത്രയെത്ര വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെ. ദൈവത്തിന്റെ ഇത്രയും ശക്തമായ വാഗ്ദാനങ്ങളെല്ലാം മറന്ന് പല മനുഷ്യരും എപ്പോഴും ഭയത്തിൽ വസിക്കുന്നു. മനുഷ്യഭയം ഒരു കെണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. സദൃശവാക്യങ്ങൾ 29-ന്റെ 25-ാം വചനം. മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെടുന്നു, മനുഷ്യൻ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു. എന്നാൽ ഈ കെണിയെ ദൈവം പൊട്ടിച്ച് നമ്മെ ഭയത്തിൽ നിന്ന് വിടുവിക്കും. വേട്ടക്കാരുടെ കണ്ണിയിൽ നിന്ന്,
പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. 124 സങ്കീർത്തനം അതിന് 7-8 വാക്യങ്ങൾ. നമ്മുടെ ശുഭഭാവി തരുവാൻ ദൈവം കാത്തിരിക്കുന്നു. ദൈവം നമ്മെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ, നിരാശകൾ, ഏകാന്തതകൾ എപ്പോഴും കൂടെയിരുന്ന് വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെ. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 20-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.